സന്ധ്യാസമയത്ത് കടക്കാരൻ പോകാൻ തുടങ്ങുമ്പോൾ ഒരു നായ സഞ്ചിയും പിടിച്ച് കടയിലേക്ക് വന്നു. സാധനങ്ങളുടെ ലിസ്റ്റും പണവും സഞ്ചിയിലുണ്ട്. അത് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. കടക്കാരൻ പണമെടുത്ത് സാധനങ്ങൾ സഞ്ചിയിലിട്ട് കൊടുത്തു. നായ സഞ്ചി കടിച്ചു പിടിച്ച് നടന്നുപോയി. അത്ഭുതം തോന്നിയ കടക്കാരൻ നായയുടെ പിന്നാലെ പോയി. നായൊരു ബസ്സിൽ കയറി. കഴുത്തിലെ ബെൽറ്റിൽ വെച്ചിരുന്ന വിലാസമനുസരിച്ച് കണ്ടക്ടർ ടിക്കറ്റും ബാക്കി തുകയും നൽകി. നായ അതിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നു വീട്ടിലെത്തി. വാതിലിൽ 2-3 തവണ മുൻകാലുകൊണ്ട് തട്ടി. വാതിൽ തുറന്നു വന്ന യജമാനൻ കയ്യിലെ വടികൊണ്ട് അതിനെ പൊതിരെ തല്ലി. എന്തിനാണ് ആ പാവത്തിനെ തല്ലിയതെന്ന് കടക്കാരൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നാശം, എൻ്റെ ഉറക്കം കെടുത്തി. വാതിലിൻ്റെ താക്കോൽ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ? ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. ആളുകളുടെ പ്രതീക്ഷ പലപ്പോഴും അപ്രതീക്ഷിതമാണ്. അതായത് മറ്റൊരാളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനനുസരിച്ചാണ് അയാളോടുള്ള നമ്മുടെ പെരുമാറ്റവും സമീപനമൊക്കെ ഉണ്ടാവുന്നത്. അതെ, മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം, അതിന് തെറ്റില്ല. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് തന്നെ അവർ പെരുമാറണമെന്ന് വാശി പിടിക്കുന്നതാണ് അപകടമാകുന്നത്. അങ്ങനത്തെ നിർബന്ധം ഉണ്ടാവരുത്. അതെ, നമുക്ക് മറ്റൊരാളെക്കുറിച്ച് പ്രതീക്ഷകൾ അയാളുടെ സ്വന്തം പ്രതീക്ഷകൾക്ക് വിഘാതമാവുകയും ചെയ്യരുത്. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പ്രതീക്ഷകളേക്കാൾ നമുക്ക് തന്നെയുള്ള പ്രതീക്ഷകളാണ് പ്രധാനം. നന്ദി ഇവിടെ ആ നായ ചെയ്തിട്ടുള്ളൊരു നന്ദിയാണ്, അതിൻ്റെ പണിയാണ് ചെയ്തത്. പക്ഷേ നന്ദി എന്നുള്ള പറഞ്ഞ ഒരു അവകാശമല്ല, ഒരു ഉപചാരം മാത്രമാണ്. ചെയ്യുന്ന നന്മകളെ കിട്ടുന്ന നന്ദിയുടെ ത്രാസിൽ തൂക്കി നോക്കിയാൽ ഒന്നും ചെയ്യാനാകില്ല. അപ്പോൾ അത് ചെയ്ത ആ ഒരു നന്മയെ കാണാതെ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല എന്നതുകൊണ്ട് അതിനെതിരെ വളരെ മോശപ്പെട്ട സമീപനം ചെയ്തു. ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യരൊക്കെ എങ്ങനെയാണ്, മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും മേലുദ്യോഗസ്ഥൻ കീഴ്ജീവനക്കാരനോടാണെങ്കിലും സമൂഹത്തിൻ്റെ വ്യത്യസ്ത ശ്രേണിയിലുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഒരു എന്നാലും അല്ലേ, എന്നാലും അങ്ങനെ പറയും. അങ്ങനെയൊക്കെ പോരാ. അപ്പം ചെയ്തതിനെ കാണാതെ ചെയ്യാത്തതിനെയും തനിക്കെന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായപ്പോൾ അതിനെ പർവ്വതീകരിക്കാനും അതിൻ്റെ പേരിൽ വിലയിരുത്താനും ഉള്ള ഒരു സമീപനം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ വിശദീകരിച്ചിട്ട് നമ്മളിതിനെ കൊണ്ടുപോകണ്ട. ഇതിൽ നിന്ന് തന്നെ പരിമിതമായിരിക്കാൻ ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ തന്നെ ഉണ്ടാവില്ലേ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലമേൻ്റെ ചുറ്റുമുള്ള സഹാബാക്കളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് നമുക്കറിയാം, അവരുടെ ഗുണങ്ങൾ പറഞ്ഞിട്ടാണല്ലോ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അവരുടെ നന്മകൾ പറഞ്ഞ് ശരിക്കും നമ്മളെ കൂടെ ആളുകൾ അപ്പോഴേ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ എന്നോ ചെയ്ത കാര്യം ഇങ്ങനെ എടുത്ത് പറഞ്ഞ് അതിനിങ്ങനെ പഴിചാരി അന്നങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്താൽ ശരിയാവുമെന്നാവോ, നാളങ്ങനെ ചെയ്തത് അങ്ങനെ ചെറിയ പ്രശ്നം പറ്റി, ഇങ്ങനൊരു നെഗറ്റീവ് മോഡിലേക്ക് കൊണ്ടുപോയിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൂടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അതിലൊരു സംഭവം പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്, ഒരു സഹാബി പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഓടി വന്ന് നിസ്കാരത്തെ, അത് ഇനി അത് സഹാബി എനിക്ക് ഓർമ്മയില്ല, ശ്രോതാക്കൾക്ക് അറിയെങ്കിൽ പങ്കുവെക്കട്ടെ. അപ്പോൾ നിസ്കാരത്തിന് പെട്ടെന്ന് അവനെ ഓടി വന്ന് പിന്തുടർന്നു നിസ്കാരത്തിൽ. പിന്നീട് നബി ചോദിച്ചു ആരാ വന്നത്. അപ്പം നബി ആദ്യം പറഞ്ഞ വേടെന്താണോ, ജാദക്കല്ലാഹു ഹെർസൻ, നിൻ്റെ താല്പര്യം അല്ലാഹ് നിനക്ക് വർദ്ധിപ്പിച്ച് തരട്ടെ. പക്ഷേ ആ ചെയ്തത് ശരിയായില്ല. എന്ത് ചെയ്യണം? സാവകാശത്തിലാണ് നിസ്കാരത്തിന് വരേണ്ടത്. തെറ്റവിടെ തിരുത്തുന്നുണ്ട്, പക്ഷേ ആ പ്രവൃത്തിയും അവിടെ എടുത്ത് പറയണമുണ്ട്. അതെ, അങ്ങനെ ആയിരിക്കണം നമ്മൾ, അല്ലേ? അതെ, അതാണ് പെരുമാറ്റത്തിൻ്റെ ഒരു രീതിശാസ്ത്രം. പ്രവാചകനോളം ലോകത്ത് ഒരു നേതാവിൽ നിന്നും, ഒരു ഭർത്താവിൽ നിന്നും, ഒരു അയൽവാസിയിൽ നിന്നും, അല്ലേ, ഒരു പിതാവിൽ നിന്നും, ഒരു വല്ലിപ്പയിൽ നിന്നും ഒരാൾക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആളുകൾ ആയിട്ടുള്ള ഇടപഴക്കമാണല്ലോ ശരിക്കും ദീന് പറഞ്ഞാൽ മുആമലാത്താണ്. ആ മുആമലാത്തിൽ എവിടെയൊക്കെ നമുക്ക് അപാകതകളുണ്ടോ അത് നമ്മൾ ഉൾക്കൊള്ളുന്ന ദീനിനെയും നമ്മൾ ഉൾക്കൊള്ളുന്ന ആദർശത്തെയും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സ്വയം അവമതിപ്പുണ്ടാക്കി കൊടുക്കണം. നമ്മൾ മാത്രമല്ല അവിടെ അപമാനിക്കപ്പെടുന്നത്, മറിച്ച് അതുവഴി വിശുദ്ധമായ ദീനിനെ പോലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവർക്ക് മുമ്പിൽ മോശമാക്കി കൊടുക്കുന്ന ഒന്ന്, അതാണ് വിലയിരുത്തപ്പെടുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പെരുമാറ്റവും സ്വഭാവമൊക്കെ എപ്പോഴും
നന്നായിരിക്കണം എന്നുള്ളത് ഇസ്ലാം എത്രമാത്രം കൽപ്പിച്ചിട്ടുണ്ടോ ആ ഒരു പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും ചെയ്യണം ഇൻഷാ അല്ലാ.